പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ശിങ്കൻ്റെ ബുദ്ധി ഈ കഥ കേൾക്കൂ. കോരപ്പുഴയുടെ ഇരുകരകളും കൊടുങ്കാടാണ്. വനത്തിലൂടെ ഒഴുകുന്നതിനാൽ ജലജീവികൾ ആരുടെയും ശല്യമില്ലാതെ അവിടെ വിഹരിച്ചിരുന്നു. വനത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ജലജന്തുക്കളും തമ്മിൽ നല്ല സ്നേഹവും സഹകരണവുമായിരുന്നു. മൃഗരാജാവ് ജിങ്കൻ സിംഹവും പക്ഷിരാജാവ് ശിങ്കൻ പരുന്തും ജലരാജാവ് ഡുംഭൻ മുതലയും ഇടയ്ക്കിടെ പുഴവക്കിൽ കൂടിക്കണ്ട് സൗഹൃദം പങ്കിടുക പതിവായിരുന്നു. യാതൊരു പരാതികളും വഴക്കുമില്ലാതെ കഴിഞ്ഞു പോരുമ്പോൾ ഒരു ദിവസം കാട് മുഴുവനും വിറപ്പിക്കുന്ന ഒരലർച്ച കേട്ടു. മൃഗങ്ങൾ ഞെട്ടിവിറച്ചു. പക്ഷികൾ പേടിച്ച് പറന്നകന്നു. അയൽക്കാട്ടിൽ നിന്ന് ഒരു കടുവയുടെ അലർച്ചയാണ് കേട്ടത്. കാടുപേക്ഷിച്ച് കോരപ്പുഴയുടെ തീരത്തെത്തിയ ക്രൂരനായ കടുവ. ഞാൻ ടെഗ്രാൻ, ഇന്നു മുതൽ ഈ കാടിൻ്റെ അധിപൻ. എന്നെ എതിർക്കാൻ ശക്തിയുള്ളവർക്ക് നേരിട്ട് വരാം, അല്ലാത്തവർക്ക് മിണ്ടാതെ മാളത്തിൽ ഒതുങ്ങാം. പാവത്താനായ ജിങ്കന് കടുവയെ നേരിടാൻ ശക്തിയില്ല. അദ്ദേഹം തൻ്റെ ഗുഹയിൽ അടങ്ങിയിരുന്നു. കരുത്തുള്ളവരുടെ കൂടെ കൂടാൻ എപ്പോഴും ആളുണ്ടാവുമല്ലോ. മൃഗങ്ങളെ ദ്രോഹിച്ച കുറ്റത്തിന് കാട് കടത്തിയ ചീരൻ ചെന്നായിയും ചൊക്രൻ കുറുക്കനും കാട്ടിൽ തിരിച്ചെത്തി. ടെഗ്രൻ അവരെ കൂടെ കൂട്ടി. അതോടെ സാധുമൃഗങ്ങളുടെ കഷ്ടകാലവും ആരംഭിച്ചു. ചതിയന്മാരായ ചൊക്രനും ചീരനും കൂടി മാൻ, മുയൽ മുതലായവരുടെ താവളം ടെഗ്രന് കാട്ടിക്കൊടുക്കും. 3 ഭാഗത്തു നിന്നും ആക്രമിച്ച് അവയെ കീഴ്പ്പെടുത്തും. ആവശ്യത്തിനും അനാവശ്യത്തിനും നടത്തുന്ന വേട്ടയിൽ മാനും മുയലും കണ്ടമാനും കൊല്ലപ്പെട്ടു. അവർ ശിങ്കൻ പരുന്തിനോട് സങ്കടം പറഞ്ഞു. ശിങ്കൻ നദീതീരത്തെത്തി ഡുംഭനെ വിവരം ധരിപ്പിച്ചു. അവരൊന്നിച്ച് ചില പദ്ധതികൾ തയ്യാറാക്കി. അപ്രകാരം ശിങ്കൻ പരുന്ത് ടെഗ്രനെ സന്ദർശിച്ചു. മഹാരാജാവ് വിജയിച്ചാലും മൃഗങ്ങളുടെ രാജാവായ അങ്ങ് ഞങ്ങൾ പക്ഷികൾക്കും ജലജീവികൾക്കും നാഥനാണ്. ടെഗ്രന് ആ പ്രശംസ നല്ലോണം ഇഷ്ടമായി. അവൻ ശിങ്കനോട് ചെറിയ അടുപ്പവും തോന്നി. അന്നു മുതൽ ശിങ്കൻ ടെഗ്രനുമായി ചങ്ങാത്തം കൂടി വിശേഷങ്ങൾ പങ്കുവച്ചു തുടങ്ങി. മഹാരാജൻ, ഈ പുഴയുടെ മറുകരയിലും അവിടുത്തെ സാമ്രാജ്യം സ്ഥാപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെങ്ങനെ സാധിക്കും? പുഴ കടക്കാൻ എളുപ്പമല്ലല്ലോ. ചുഴിയും കിടങ്ങും നിറഞ്ഞതല്ലേ കോരപ്പുഴ. ചീരൻ ചെന്നായ സംശയം പ്രകടിപ്പിച്ചു. അതിന് വഴിയുണ്ട്. മറുകരയിൽ ഒരു ചങ്ങാടമുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും അതിവിടെ എത്തിക്കാം. ശിങ്കൻ പറഞ്ഞു. ചങ്ങാടമോ? ചൊക്രന് വിശ്വാസമായില്ല. അതെ, ചങ്ങാടം. നാളെ രാവിലെ നമുക്ക് ചങ്ങാടത്തിൽ അക്കരെ കടക്കാം, ശിങ്കൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പുഴക്കടവിൽ ഒരു കൂറ്റൻ തടിച്ചങ്ങാടമെത്തി. ചീരനും ടെഗ്രനും ആവേശത്തോടെ അതിൽ കയറി. മടിച്ചു നിന്ന ചൊക്രനെ അവർ പിടിച്ചു വലിച്ചു കയറ്റി. ഡുംഭൻ മുതലയും കൂട്ടുകാരും കൈകോർത്ത് ചേർന്ന് കിടന്നുണ്ടാക്കിയതാണ് ആ ചങ്ങാടം. ആ ചങ്ങാടത്തിലാണ് ചതിയന്മാരെ കയറ്റിയത്. ചൊക്രൻ സംശയം പ്രകടിപ്പിച്ചു. ഇത് തടി കൊണ്ട് നിർമ്മിച്ചതാണോ? ഒന്നും മിണ്ടാതിരിക്കെ, എന്ത് രസാ, ടെഗ്രൻ ശാസിച്ചു. പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ ചങ്ങാടം പതിയെ വെള്ളത്തിൽ താഴ്ന്നു. എന്നിട്ട് സാവധാനം ഉയർന്ന് പഴയ പോലെയായി. അവർ 3 പേരും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വയർ നിറയെ വെള്ളം കുടിച്ചു. ഇങ്ങനെ 3-4 പ്രാവശ്യമായപ്പോൾ അവർ തളർന്നു. ചങ്ങാടം സാവധാനം നീങ്ങി പുഴയുടെ മറുകരയിലെത്തി. കരയ്ക്ക് സമീപമെത്തിയതും അവർ ഒറ്റച്ചാട്ടത്തിന് കരയ്ക്ക് കയറി. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ കാടിനകത്തേക്ക് ഓടി. അവരുടെ ഓട്ടം കണ്ട് ഡുംഭനും കൂട്ടരും സന്തോഷിച്ചു. ശത്രുക്കൾ ഒഴിഞ്ഞപ്പോൾ ജിങ്കനും പ്രജകളും സമാധാനത്തോടെ നെടുവീർപ്പിട്ടു. അവർ ഡുംഭനും ശിങ്കനും കൂട്ടുകാർക്കും നന്ദി പറഞ്ഞു.